السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيد المرسلين وعلى عباد الله الصالحين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. صدق الله مولانا العلي العظيم. من صام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه ومن قام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه ومن قام ليلة القدر إيمانا واحتسابا غفر له ما تقدم من ذنبه. رواه البخاري ومسلم رحمهم الله. قال رسول الله صلى الله عليه وسلم: خل الذنوب صغيرها وكبيرها ذاك التقى والصنع كماش فوق أرض الشوك يحذر ما يرى. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ, പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധമായ റമളാൻ ഷരീഫ് നമ്മളിലേക്ക് അടുത്തിരിക്കുകയാണ്. ഇന്ന് സൂര്യാസ്തമന ശേഷം മാസപ്പിറവി ദർശിച്ചാൽ നാളെ റമളാൻ ഒന്നായിരിക്കും. നമുക്ക് ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ ഇന്ന് റമളാൻ ഒന്നായി പ്രഖ്യാപിക്കപ്പെട്ടത് നാം അറിഞ്ഞു. വർഷത്തിൽ ഒരു മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കായി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതുപോലെയുള്ളതായ ഒരവസരം മറ്റു സമുദായങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആയുസ്സിന്റെ എണ്ണം കൊണ്ട് നാം ഒരുപാട് കുറവുള്ളവരാണെങ്കിലും കുറഞ്ഞ അമലിന് പ്രതിഫലത്തിന്റെ വർധനവ് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട വിഭാഗമാണ് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിന് കുറഞ്ഞ വയസ്സുകൊണ്ട് ഒരുപാട് കുറഞ്ഞ അമലുകളാണെങ്കിലും ഒരുപാട് പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ ഭാഗ്യം ലഭിച്ചവരാണവർ. ആ വിഭാഗത്തിൽ പെടാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. സയ്യിദുനാ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പോലും ഈ സമുദായത്തിൽ ഒന്ന് പെട്ടെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നത് ഇത്തരം കാരണം കൊണ്ടായിരുന്നു അത്രേ. ഏതായാലും പരിശുദ്ധമായ ഖുർആനാവട്ടെ, അതിന് മുമ്പിറങ്ങപ്പെട്ട വേദഗ്രന്ഥങ്ങൾ തൗറാത്തും ഇഞ്ചീലും സബൂറും ഒക്കെ ഇറങ്ങിയത് റമദാൻ മാസത്തിലാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. ആ റമദാനിൽ ഒരുപാട് അമലുകൾ ചെയ്യാനുണ്ട്. റമദാനിന്റെ മാഹാത്മ്യം പരിശുദ്ധ ഖുർആനിന്റെ അവതീർണമാണ് എങ്കിൽ ഖുർആൻ അവതരിച്ചു എന്ന നിലക്ക് തന്നെ പരിശുദ്ധ റമദാനിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്വം ഒരുപാട് കൊടുത്തിട്ടുണ്ട്, പവിത്രത കൽപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ ആ പരിശുദ്ധ റമദാൻ സന്നിഹിതമാകുമ്പോൾ, അതിൽ പങ്കെടുക്കാൻ നമുക്ക് കഴിയുമ്പോൾ ഖുർആനിനെ അതിൻ്റെ മഹത്വത്തോടുകൂടെ കാണാനുള്ള ഒരവസരമായി കാണുകയും ആ മാസത്തിൽ ഖുർആനിനെ ആദരിച്ചുകൊണ്ട് ആ മാസത്തിന് അള്ളാഹുത്തിന് ആദരവ് കൊടുത്തിട്ട് ആ മാസത്തിൽ നമ്മളോട് ചെയ്യാൻ വേണ്ടി അള്ളാഹു പ്രത്യേകമായി കൽപ്പിച്ചത് ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസുംഹു. ആ മാസത്തിൽ പങ്കെടുത്തവർ, ആ മാസത്തിൽ എത്തിപ്പെട്ടവർ, ആരോഗ്യവാനായി മറ്റു തടസ്സങ്ങളൊന്നുമില്ലാതെ ആ മാസത്തിൽ എത്തിപ്പെട്ടവർ ഫല്യസുംഹു, ആ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കട്ടെ എന്ന. അപ്പൊ നോമ്പ്, വ്രതം എന്നുള്ളത് ഏറ്റവും വലിയ ഒരു സൽക്കർമ്മമായിട്ടാണ് ഇതെന്ന് മനസ്സിലാക്കാവുന്നത്.
ഖുർആന്റെ അവതീർണം കൊണ്ട് ആദരിക്കപ്പെട്ട റമദാൻ മാസത്തിൽ മനുഷ്യന് ചെയ്യാനുള്ള കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലായിട്ട് അള്ളാഹു നിയമമാക്കിയത് നോമ്പിനെയാണ്. പൂർവികരിലെല്ലാം വ്രതാനുഷ്ഠാനമുണ്ടായിരുന്നു. ഇന്നും മുസ്ലിങ്ങളല്ലാത്ത മറ്റു മതസ്ഥരും നോമ്പനുഷ്ഠിക്കുന്നു. പക്ഷേ പൂർവികരുടെ നോമ്പിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മുടെ നോമ്പ്. റമദാൻ 30 ദിവസം നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് പൂർവ്വകാലങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ 30 ദിവസം നോമ്പനുഷ്ഠിക്കുന്ന നമുക്ക് ഇന്ന് ജീവിക്കുന്ന മറ്റു മതക്കാരുടെ വ്രതത്തിലേക്ക് നാം എത്തി നോക്കുമ്പോൾ അവരുടെ നോമ്പിൽ അവരുടെ നോമ്പിലില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ നമ്മുടെ നോമ്പിൽ കാണാമെന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ വ്രതാനുഷ്ഠാനം പൂർണ്ണമാവുന്നില്ല. യഥാർത്ഥമായ പരിപൂർണമായ വ്രതാനുഷ്ഠാനം നമ്മുടേത് തന്നെയാണ് എന്നാണ് നമ്മൾ അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും. ഇങ്ങനെയുള്ളതായ നോമ്പ് പ്രഭാതം മുതൽ പ്രദോഷം വരെ വയറ് കാലിയാക്കി ഒട്ടിയ വയറുമായിട്ട് കുടിക്കാനും തിന്നാനും ഒന്നും കൊടുക്കാതെ പട്ടിണി കിടക്കുക എന്നുള്ളത് മാത്രമാണോ ലക്ഷ്യം? അതുകൊണ്ട് എന്താണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്? യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ എന്ന് ഖുർആൻ തന്നെ അള്ളാഹു താല നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു താല പ്രയാസത്തിനെയല്ല നിങ്ങൾക്ക് ഉദ്ദേശിച്ചത്, നിങ്ങൾക്ക് എളുപ്പത്തെയാണ് അള്ളാഹു താല ഉദ്ദേശിച്ചത്. അപ്പൊ നോമ്പ് നോൽക്കാനാണ് എളുപ്പം, നോമ്പ് നോൽക്കാതിരിക്കലാണ് പ്രയാസം. എന്തുകൊണ്ട്? നോമ്പിനാൽ കിട്ടുന്നതായ നേട്ടത്തെപ്പറ്റി ചിന്തിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് നോമ്പ് വളരെ ലളിതമായി തോന്നും. നോമ്പ് കൊണ്ട് കിട്ടുന്നതായ നേട്ടം അത്രയും വലുതായിട്ടാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒരുപാട് ബാഹ്യമായിട്ട്, ആരോഗ്യപരമായിട്ട്, സാമൂഹികപരമായിട്ട്, കുടുംബപരമായിട്ട്, വ്യക്തിപരമായിട്ട് ഒക്കെ നോമ്പിന് സ്വാധീനമുണ്ട്. അതിൻ്റെയൊക്കെ പുറമെ ആത്മീയമായ വലിയ പുരോഗതി നോമ്പിലൂടെ ലഭിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയാത്ത ആരും ഇല്ല എന്ന് തന്നെ പറയാം. ആത്മീയമായ പുരോഗതി അത് തന്നെയാണ് യഥാർത്ഥത്തിൽ നോമ്പിനാൽ പ്രധാനമായി ലക്ഷ്യമാക്കേണ്ടതും അതിനു വേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതും. പരിശുദ്ധ ഖുർആൻ നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ടിറങ്ങിയ ആയത്ത് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും. പൂർവികർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, എന്തിനാണ് അത് നിർബന്ധമാക്കിയത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വ ഉണ്ടാവാൻ വേണ്ടി. തഖ്വ ഉണ്ടാവാനുള്ളതായ ഒരുപാട് മരുന്നുകൾ അല്ലാഹു തആല പറഞ്ഞതിൽ ഏറ്റവും പ്രധാനമാണ് നോമ്പ്. ലഅല്ലക്കും തത്തഖൂൻ എന്ന വാക്ക് ഖുർആനിൽ പലയിടങ്ങളിലും 5-6 ഇടങ്ങളിൽ പറഞ്ഞത് കാണാൻ കഴിയും. സൂറത്തുൽ ബഖറയുടെ ആദ്യത്തിൽ തന്നെ യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെയും പൂർവികരെയും സൃഷ്ടിച്ചതായ നിങ്ങളുടെ രക്ഷിതാവിற்கு നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. എന്തിനു വേണ്ടി? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വാധാരികളാകാൻ വേണ്ടി. മറ്റൊരിടത്ത് അല്ലാഹു തആല പറഞ്ഞു, വഇദാ അഖദ്നാ മീസാഖക്കും വറഫഅനാ ഫൗഖക്കും അത്തൂറ ഖുദൂ മാ ആതൈനാകും ബിഖുവ്വത്തിൻ വദ്കുറൂ മാ ഫീഹി ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്ക് നൽകിയതായ കരാറ് ഉടമ്പടികളെ, നിങ്ങളിൽ നിന്ന് കരാറ് ഉടമ്പടികളെ നമ്മൾ സ്വീകരിച്ച് പർവ്വതത്തിനെ ഉയർത്തിയിട്ട് നിങ്ങളുടെ മുകളിൽ ഇങ്ങനെ കാണിച്ചു നിർത്തി, എന്നിട്ട് പറയേ ഖുദൂ മാ ആതൈനാകും ബിഖുവ്വത്തിൻ വദ്കുറൂ മാ ഫീഹി, നിങ്ങൾക്ക് നമ്മൾ നൽകിയതായ വേദജ്ഞാനങ്ങളെ, വേദഗ്രന്ഥത്തിനെ നിങ്ങൾ മുറുകെ പിടിച്ചോളൂ, അതിലുള്ളത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, അതിനനുസരിച്ച് ജീവിച്ചോളൂ. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് സുരക്ഷ നേടാം. മറ്റൊരായത്തിൽ വലക്കും ഫിൽ ഖിസ്വാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്, ഓ ബുദ്ധിയുള്ള മനുഷ്യരെ, നിങ്ങൾക്ക്
ഖിസാസിൽ ജീവിതമുണ്ട്, പ്രതികാര നടപടികൾ ജീവിതമുണ്ട്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വ ഉണ്ടാകാൻ വേണ്ടി. മറ്റൊരിടം നോമ്പിനെ പറ്റി പറഞ്ഞതാണ്. മറ്റൊരിടത്ത് സൂറത്തുൽ അൻആമിൽ അല്ലാഹ് പറയുന്നു, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു വലാ തത്തബിഊ സുബുല ഫതഫറഖ ബികും അൻ സബീലിഹി ദാലികും വസ്വാകും ബിഹി ലഅല്ലക്കും തത്തഖൂൻ. ഇത് എന്റെ ഋജുവായ പാതയാണ്, നിങ്ങൾ അതിനെ തുടരുക. മറ്റുള്ള മാർഗങ്ങളിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കാതിരിക്കുക, പിൻപറ്റാതിരിക്കുക. എങ്കിൽ നിങ്ങൾ ഛിന്ന ഭിന്നമായി പോകും, നിങ്ങൾ ശിഥിലമായി പോകും. അത് നിങ്ങൾക്ക് അല്ലാഹു നൽകിയ വസിയത്താൻ. എന്തിനു വേണ്ടി? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരാൻ വേണ്ടി. ഇങ്ങനെ പല സ്ഥലങ്ങളിലും തഖ്വ ഉണ്ടാവാൻ വേണ്ടി, തഖ്വക്ക് വേണ്ടി അല്ലാഹു തആല ഒരുപാട് മാർഗങ്ങൾ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനമാണ് നോമ്പ്. നോമ്പ് കൊണ്ട് തഖ്വ ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും മർമ്മപ്രധാനമായ നേട്ടം. അത് ഉള്ളവർക്ക് മാത്രമേ രക്ഷയുള്ളൂ. ആ തഖ്വക്ക് വേണ്ടിയാണ് മനുഷ്യന്റെ ജീവിതം. അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുവാൻ, അള്ളാഹുവിന്റെ വിരോധനകൾ വർജിക്കുവാൻ പടക്കപ്പെട്ടവനാണ് മനുഷ്യനും ജിന്നും. എങ്കിൽ ആ തഖ്വ നേടിയെടുക്കാൻ അള്ളാഹു നമ്മളോട് പല ഘട്ടങ്ങളിലായി, പല രൂപത്തിലായി നമ്മളോട് അള്ളാഹു തആല കൽപ്പിച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി, വേണ്ട വിധത്തിൽ അള്ളാഹുവിലേക്ക് നിങ്ങൾ തഖ്വ ചെയ്യുക എന്ന് അള്ളാഹു തആല നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് അള്ളാഹു തആല നമ്മളോട് തഖ്വ കൊണ്ട് കൽപ്പിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച പ്രധാനപ്പെട്ട ദിവസമാണ്, ജുമുഅ ദിവസമാണ്. വെള്ളിയാഴ്ച ജുമുഅക്ക് വരുമ്പോ 2 റക്അത്ത് നിസ്കരിക്കുന്നതിന് പകരം 2 റക്അത്ത് മാത്രമായി നിസ്കരിച്ച് ബാക്കി 2 റക്അത്ത് ആ സ്ഥാനത്ത് നിൽക്കുന്ന 2 ഖുതുബയാണെന്ന. അൽ ഖുതുബത്ത് തഖൂമു മഖാമ റക്അത്തൈനി. ആ 2 ഖുതുബയിൽ പ്രധാനമായിട്ടുമുള്ളതായ നിർദ്ദേശം അൽ വസിയ്യത്തു ബിത്തഖ്വ, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യല. അതിനു വേണ്ടിയാണ് ഖത്തീബ് മിമ്പറിൽ കയറുന്നത്, അത് പറയാൻ വേണ്ടി. സൂക്ഷിച്ച് ജീവിച്ചോളിട്ടോ, ഇനി ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തിൽ നിങ്ങൾക്ക് രക്ഷ കിട്ടണമെങ്കിൽ സൂക്ഷിച്ച് ജീവിച്ചോളൂ. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ്, നാളേക്ക് വേണ്ടി എന്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ നോക്കണം, ശ്രദ്ധിക്കണം. അള്ളാഹനെ സൂക്ഷിച്ചോളൂ. ഇങ്ങനെ പലയിടത്തായിക്കൊണ്ട് നമ്മളോട് അല്ലാഹു തആല ബോധിപ്പിച്ച ആ തഖ്വ ലഭിക്കാൻ തീർച്ച നോമ്പ് കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നോമ്പാണെങ്കിൽ ആ തഖ്വ ലഭിക്കുമെങ്കിൽ, നോമ്പ് കഴിയുമ്പോൾ, റമദാൻ അങ്ങ് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനിയന്ത്രിതമായിട്ടുള്ളതായ മാറ്റങ്ങൾ ഉണ്ടാകും. വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ചില്ലറ മാറ്റമല്ല, വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മുടെ ജീവിത നിലവാരം തന്നെ മാറിയിരിക്കും. അത് നോമ്പിന്റെ നേട്ടമാണ്. നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിൽ, ലൈംഗിക വീഴ്ചകളിൽ, നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ ഇടപെടലുകളിൽ, കുടുംബപരമായ കാര്യങ്ങളിൽ, സാമൂഹ്യപരമായ കാര്യങ്ങളിൽ, എല്ലാ മേഖലകളിലും തഖ്വയുള്ള മനുഷ്യൻ്റെതായ ജീവിതത്തിൽ ഉണ്ടാവേണ്ടുന്ന നേട്ടങ്ങൾ നോമ്പ് നേടിത്തരിക തന്നെ ചെയ്യും. തഖ്വ 2-3 മർത്തബകൾ അതിനെ വിവരിക്കപ്പെട്ടതുണ്ട്. സമയം വൈകുമെന്ന് കരുതി ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. തഖ്വയിൽ ഏറ്റവും താഴെ പടിയിലുള്ളത് അത്തജന്നുബു, നരകത്തിൽ നിന്ന് മോചനം നേടുക എന്നുള്ളത് മാത്രമാണ്. അഥവാ കുഫറിനെ തൊട്ട് രക്ഷപ്പെട്ടിട്ട്, കുഫറിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നരകത്തിൽ നിന്ന് മോചനം നേടുക. അപ്പോൾ മറ്റുള്ള തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും, നന്മകളൊന്നും ചെയ്തിട്ടില്ല എങ്കിലും, കുഫർ ചെയ്തിട്ടില്ല, ശിർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ നരകത്തിൽ ശാശ്വതനാവുക എന്നുള്ളതായ ആ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അത് തഖ്വ കൊണ്ട് കിട്ടിയ നേട്ട. അതൊരു തഖ്വയാണ്. അതിനേക്കാൾ ഉയർന്നൊരു പടിയുണ്ട്. കുറ്റകൃത്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് വിരോധനങ്ങൾ വർജിച്ചുകൊണ്ട് സ്വാലിഹായി ജീവിക്കുക. അത് തഖ്വയുടെ ഉയർന്ന പടിയാണ്. എന്നാൽ അതിലും ഉയർന്ന ഒരു പടി തഖ്വയുണ്ട്. ആ ഉയർന്ന പടിയിലേക്ക് അമ്പിയാക്കൾക്ക്, ഔലിയാക്കന്മാർക്കൊക്കെ, ആരിഫ്യങ്ങൾക്കൊക്കെ എത്തിപ്പിടിക്കാൻ പറ്റിയതായ പദവിയാണ്. ആ പദവിയിലേക്ക് എത്തിയാൽ അള്ളാഹ് എന്ന ചിന്തയിൽ നിന്ന് വ്യതിചലനം ഉണ്ടാവുകയില്ല. മനസ്സിനകത്ത്, ഹൃദയാന്തരങ്ങളിൽ അള്ളാഹ് എന്ന ചിന്ത മാത്രം ഉദയം ചെയ്യും. അള്ളാഹ് എന്നുള്ള ചിന്ത അല്ലാത്തൊരു ചിന്ത മനസ്സിലേക്ക് വന്നാൽ അപ്പോൾ താൻ മുർത്തദായി എന്ന് പ്രഖ്യാപിച്ചിരുന്ന പല മഹത്തുക്കളും ഉണ്ടായിട്ടുണ്ട്.
അവർക്കേ അത് കഴിയുള്ളൂ. ആ ഒരു ദറജയിലേക്ക് എത്താൻ ചിലപ്പോൾ നമുക്ക് കഴിയണമെന്നില്ല എങ്കിലും രണ്ടാമത്തെ ദറജയിലേക്കെങ്കിലും എത്തേണ്ടത് ആവശ്യമാണ്. സ്വാലിഹായ അമലുകൾ ചെയ്ത് കുറ്റകൃത്യങ്ങളിൽ നിന്ന് മാറി നിന്ന് അള്ളാഹുവിന്റെ ഒരു നല്ല അടിയാനായി ജീവിക്കാൻ കഴിയുക, അതാണ് രണ്ടാമത്തെ ദറജ. ആ ദറജയിൽ നാം എത്തിപ്പെട്ടവരായിരിക്കണം. അത് നോമ്പിനാൽ സാധിക്കും. ഒറിജിനാലിറ്റി നോമ്പ് നോറ്റാൽ ആ നോമ്പ് കൊണ്ട് അത് സാധിക്കുമെന്നുള്ളതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് കാര്യങ്ങൾ നെട്ടിപ്പരത്തി പറയാനുണ്ടെങ്കിൽ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുകയാണ്. ആരംഭ ദിവസമാണല്ലോ. ഇൻഷാ അള്ളാഹ് തുടർന്നുള്ള ക്ലാസ്സുകളൊക്കെ നമുക്ക് കേട്ട് ഒരുപാട് പാഠങ്ങൾ പഠിക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആ ചെയ്യണമെന്ന് വസിയത്തോട്. ഒരു പരിശുദ്ധ റമദാൻ മാസമാണ്. റമദാൻ മാസത്തിൽ എല്ലാ സമയങ്ങളിലെയും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഒക്കെ ഉൾപ്പെടുത്തണമെന്ന് കൂടി വസിയത്ത് ചെയ്ത് നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.